ഹലോ. രാവിലെ എണീക്കുമ്പോൾ തന്നെ ചായക്കടിയെല്ലാം അമ്മ ഉണ്ടാക്കിന് കേട്ടാ. അപ്പോൾ ഏട്ടത്തിൻ്റെ പണി രാവിലെ തന്നെ തുണി അലക്കലാന്ന്. അപ്പോൾ ഓള് തുണി അലക്കാൻ പോയിന്. എന്നാൽ ഞാൻ വിചാരിച്ച അടുക്കളയിലൊന്ന് വൃത്തിയാക്കാമെന്ന്. അപ്പോൾ മൊത്തത്തിലൊന്ന് തുടച്ച് ലച്ചു എല്ലാം എണീക്കുമ്പോൾ നമ്മൾ അടുക്കളയിലത്തെ പരിപാടിയെല്ലാം കഴിയണം, അല്ലെങ്കിൽ അവർ വന്ന് അടുക്കളയിൽ അലമ്പാക്കിക്കൊണ്ടിരിക്കും. ഈ അടുക്കള വൃത്തിയാക്കൽ കണ്ടാൽ വിചാരിക്കും ഇനി ഇന്ന് അടുക്കളയിലേ വരില്ല. ഇനി ഇതെല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് വീണ്ടും ഉച്ചക്കത്തെ പരിപാടിക്കാകുമ്പോൾ നമ്മൾ വീണ്ടും ഈ അടുക്കളയിൽ തന്നെ വരിക. എന്നാൽ രാവിലെ തന്നെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അങ്ങനെ തുടക്കലെല്ലാം കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളെല്ലാം ഉണ്ടായി കഴുകാൻ, അതെല്ലാം കഴുകിയെടുത്തു. ഈ പാത്രം കഴുകിയിട്ട് നമുക്ക് മടുപ്പ് വരില്ല എന്ന് തോന്നല്ലേ, എത്രയാണ് നമ്മളൊരു ദിവസത്തിൽ പാത്രം കഴുകുക. അങ്ങനെ അടുക്കളയിൽ ഒതുക്കി വെച്ചിട്ട് വേണം ഇനി ബാക്കി പരിപാടി. അപ്പോൾ പിള്ളേർ എണീക്കുന്നതിന് മുമ്പ് ചെയ്യാണ്ടോണ്ട് എല്ലാം വേഗം വേഗം നമ്മൾ ചെയ്തു തീർക്കും. പിള്ളേർ എണീച്ചാൽ പിന്നെ ഒരു പരിപാടിയും നടക്കില്ല, പിന്നെ അവരുടെ വേക്കിൽ തന്നെയായിരിക്കും. അമ്മ രാവിലത്തേക്കുള്ള ചായയും കടിയെല്ലാം റെഡിയാക്കിയിട്ട് അമ്മ പണിക്ക് പോകും. അമ്മ ഇനി വൈകുന്നേരമേ വരും. അമ്മ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഏട്ടത്തിൻ്റെയും പിള്ളേരുടെയും പയറ്റാന്ന് വീട്ടിൽ. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ലച്ചു എണീക്കണ്ടോയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ പാത്രം കഴുകുന്നത്. എന്നാൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ എന്തിനാണെന്നല്ലേ എല്ലാ ദിവസവും ഇതേ ചെയ്ത പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു മാറ്റം വേണമെന്ന് നമുക്ക് ആർക്കൊന്നും ആഗ്രഹിച്ചുകൂടെ അല്ലേ. അങ്ങനെ പാത്രം കഴുകി ആ ബേസിനെല്ലാം തേച്ച് വടിച്ചിട്ട് ഒരുക്കി വെച്ചാൽ വിചാരിക്കും ഇനി തുറക്കുന്നില്ല എന്ന്. അങ്ങനെ ആ പാത്രം കഴുകി വെച്ച് മൊത്തത്തിലൊന്ന് അടിച്ച് വാരിയിട്ടെങ്കിലും സ്പീഡാവും. അതിൻ്റെ ഇടയ്ക്ക് ലച്ചുൻ്റെ ഒരു ലോഡ് കളിപ്പാട്ടം കൊണ്ട് അടിയിടെല്ലാം കൊണ്ട് കളഞ്ഞിട്ട് അടിച്ച് വാരുന്ന ഒച്ച കേൾക്കുമ്പോൾ ഒരാൾ ഇത് ഉറങ്ങി എണീച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ മയങ്ങുന്ന. ലച്ചു എണീക്കുമ്പോൾ കരയൊന്നുമില്ല കേട്ടോ, നല്ല ചിരിച്ചുകൊണ്ട് എണീക്കും. അതെപ്പോൾ ഉച്ചയ്ക്ക് ഉറങ്ങി എണീച്ചാലും രാവിലെ ഉറങ്ങി എണീച്ചാലും രാത്രിക്ക് ഉറങ്ങി എണീക്കുന്നുണ്ടെങ്കിൽ ഓള് നല്ല നോർമലായിട്ട് എണീക്കുക, കരയൊന്നുമില്ല. നമ്മൾ കട്ടുമ്മല കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ എണീക്കുമ്പോൾ ഓളെ ഞാൻ താഴെ കിടത്തും. എനിക്ക് പേടിയാണ് കട്ടിൽ കിടത്തി പോകാൻ. അഥവാ ഉറക്കത്തിങ്ങാനും ചരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ താഴെ വീണ് പോകുമോ എന്നുള്ളൊരു പേടി. അതിപ്പോൾ വലുതായിട്ടും എനിക്ക് ആ പേടി മാറിയിട്ടില്ല. ഞാൻ അടുത്തുള്ളടത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും താഴെ കിടത്തിയിട്ടേ ഞാൻ പുറത്തിറങ്ങും. അങ്ങനെ ലച്ചു എണീച്ചിട്ട് നമ്മൾ അടുത്ത യുദ്ധത്തിലേക്ക് കടന്നു, പല്ല് തേപ്പ്. ഞാൻ പല്ലേക്കുമ്പോൾ പറയും ഞാൻ തേച്ചോളൂ. ഓളോട്ട് തേക്കില്ല, എന്നെ തേക്കാനും വിടില്ല. ഞാൻ എന്തെല്ലോ സോപ്പിട്ട് വിളിച്ചിട്ടാണ് ഓളെ പല്ലേക്കാൻ വിളിക്കുക. അങ്ങനെ ഞാൻ ലച്ചും കുറേ നുണയും കഥയെല്ലാം പറഞ്ഞ് പല്ല് തേപ്പെല്ലാം കഴിഞ്ഞ്. പല്ല് തേക്കാൻ ഇങ്ങനെ മടിച്ച് നിന്നെങ്കിൽ ഓൾ വീട് കഴുകാൻ വേഗം വരും. കാരണം വെള്ളത്തിൽ കളിക്കാമല്ലോ. ഈ കുഞ്ഞു പിള്ളേർക്ക് വെള്ളം കാണുമ്പോൾ എന്നാ പറ്റുന്നതെന്ന് തിരിയില്ല. എപ്പോഴും ഒരാളും കൂടി ഉണ്ടാവും. ഇന്ന് ഓളില്ല, അപ്പുറത്തുള്ളതുകൊണ്ട് ഞാൻ ലച്ചുവിനെയും കൂട്ടി പല്ലേക്കാൻ വേണ്ടി വന്നു. ലച്ചു നേരത്തെ എണീച്ചാൽ ഓള് നേരത്തെ പല്ലെല്ലാം തേച്ച് ചായ കുടിക്കും. ലച്ചു നേരം വെയിറ്റ് എണീക്കുക. ഓളെ ഉറക്കെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ഞാൻ നിർബന്ധിച്ച് ഓളെ എണീപ്പിക്കലില്ല. ഓളെ ഇഷ്ടത്തിന് എണീച്ചാൽ ഓളന്ന് ഡേ മൊത്തം നല്ലതായിരിക്കും. ഞാൻ നിർബന്ധിച്ച് പിടിച്ച് എണീപ്പിച്ചാൽ പിന്നെ എന്തോ ഒരു വാശി പിടിക്കുന്ന പോലെ ഉണ്ടാവും. അങ്ങനെ പല്ലെല്ലാം തേച്ച് വന്ന് നമ്മൾ ചായ കുടിക്കൽ തുടങ്ങി. ചായ കുടിക്കുമ്പോൾ ലച്ചു ഞാൻ വായിൽ വെച്ച് കൊടുക്കുന്ന അത്രയും വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ഓൾക്ക് ഇങ്ങനെ വാരി തിന്നാനാണ് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുഞ്ഞു പീസാക്കിയിട്ടൊരു പ്ലേറ്റിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കും. അപ്പോൾ ഓൾക്ക് ഇഷ്ടമുള്ള പോലെ ഓൾ വാരി തിന്നോളും. പനിയെല്ലാം വന്നാലാണ് തിന്നിക്കാൻ മടി. നോർമൽ ഉണ്ടെങ്കിൽ ഓളെല്ലാം തിന്നും, എൻ്റെ ഒപ്പം സഹകരിച്ച് തരും. പനിയെല്ലാന്നെങ്കിൽ മാത്രമേ എനിക്ക് ഓളൊപ്പം വാശി പിടിക്കേണ്ട ആവശ്യമുള്ളൂ തിന്നിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചായ എല്ലാം കുടിച്ച് പിന്നെ വീട് മൊത്തത്തിലൊന്ന് അടിച്ച് വാരി. പിള്ളേരുള്ള വീട്ടിൽ എത്ര പ്രാവശ്യം അടിച്ച് വാരിയിട്ടും കാര്യമൊന്നുമില്ല. അവരിങ്ങനെ പൊടിയും ഇതെല്ലാം ഇട്ടുകൊണ്ടിരിക്കും. അന്നേരം അടിച്ച് വാരാണ്ടിരുന്നാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. എൻ്റെ അച്ഛൻ പറയും അടിച്ച് വാരിയിട്ട് നമ്മളെ വീട് തഴഞ്ഞു പോയിന്ന്. കുറച്ച് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് കാലിന് പറ്റുമ്പോൾ എന്തോ പോലെ ഉണ്ടാവില്ലേ, അതുകൊണ്ടാണ് ഞാൻ അടിച്ച് വരുന്നത്. അച്ഛൻ വന്ന് പറയുന്നുണ്ട് അടിച്ച് വാരിയിട്ട് വീട് തഴഞ്ഞു പോവുമോ എന്ന് എന്നെ പറയുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ലച്ചുവിന് കുറുക്ക് കൊടുക്കൽ തുടങ്ങി. കുറുക്ക് കൊടുത്തിട്ട് വേണം കുളിപ്പിക്കാൻ. അല്ലാണ്ടിരിക്കുമ്പോൾ കുറുക്കിൻ്റെ അകത്ത് മൊത്തം മേത്തെല്ലാം ആക്കിയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ രണ്ടാളും കുളിയെല്ലാം കഴിഞ്ഞ് മേക്കപ്പ് ഇടാൻ തുടങ്ങി. ഒരുങ്ങാൻ പിന്നെ നമ്മൾ പെണ്ണുങ്ങൾ പണ്ടേ ഉഷാറില്ല. അതുകൊണ്ട് ലച്ചു നല്ല സുന്ദരി ആവാൻ വേണ്ടിയിട്ട് നിന്ന് തന്നു. എനിക്ക് എങ്ങനെ വേണമെങ്കിലും വരച്ചോ, എൻ്റെ മുറ്റത്ത് ഒരു താജ്മഹൽ വേണമെങ്കിൽ പണിതോന്ന് വെച്ചിട്ട്. ഞാനാണെങ്കിൽ ലച്ചുവിൻ്റെ മുട്ടത്ത് വരഞ്ഞിട്ടാണ് പഠിക്കൽ. ഞാൻ ബ്യൂട്ടീഷ്യൻ പഠിക്കലാന്ന് വിചാരിച്ച് ലച്ചു ഇങ്ങനെ ഇരുന്നിരുന്നുണ്ട്. ഒരു നാട്ടിലെ കഥ മൊത്തം നമ്മൾ പറഞ്ഞു തീർത്ത്. എന്നാൽ നമ്മൾ പറയുന്നത് നമുക്ക് തന്നെ അറിയില്ല. നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും നമ്മൾ ഒരുങ്ങിയിട്ട് എവിടെയോ പോകുന്നുണ്ട് എന്നല്ലേ. ഒരിക്കലുമല്ല. ഞാൻ ലച്ചു ഒരുങ്ങിയിട്ടാണ് പിന്നെ വീണ്ടും അടുക്കളയിലേക്ക് പണിയെടുക്കാൻ വേണ്ടി പോവുക. കുളിച്ച് ഒരുങ്ങി ചൊട്ടയെല്ലാം തൊട്ടിട്ട് ഇപ്പോൾ പോയിട്ട് ഡയറി മിൽക്ക് എടുത്ത് തിന്നു. അപ്പം വീട്ടത്തും മേത്തും കുപ്പായത്തിലും മൊത്തം വാരിപ്പൊത്തി തേച്ചിട്ടിങ്ങ് വരും.
വൈകുന്നേരം ആകുമ്പോൾ എന്തായാലും ഒരു 2-3 കുപ്പായെങ്കിലും മാറ്റി ഇടിക്കേണ്ടി വരും. വെള്ളം മറിച്ചിട്ടായാലും മുട്ടായി ഉരച്ചിട്ടായാലും അങ്ങനത്തെ എല്ലാം പരിപാടിയായിരിക്കും ഇനി വൈകുന്നേരം വരെ നമുക്ക്. എന്നുവെച്ചാൽ കുഞ്ഞ് ഭാവിയായിരിക്കും. ഞാൻ വിചാരിക്കും വലുതായാൽ കുറച്ചൊരാശ്വാസം ഉണ്ടാവും. പിന്നെ അവർ പിടിച്ച് നിർത്തണ്ടല്ലോ, അവർക്ക് നടക്കാനും എല്ലാം പറ്റുമല്ലോ എന്ന് വിചാരിക്കും. നടക്കുമ്പോഴല്ലേ അറിഞ്ഞത് ഇവർക്ക് ഇപ്പോഴാണ് ഇത്രയും വലിയ കുരുത്തക്കേടെല്ലാം തുടങ്ങുന്നതെന്നുള്ള കാര്യം അന്നേരമല്ലേ നമ്മൾ അറിയുന്നത്. അങ്ങനെ ലച്ചുവിൻ്റെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു അടുക്കളയിലേക്കെല്ലാം കയറുന്നില്ലേ, മുടിയെല്ലാം വാരി കെട്ടാമെന്ന് വിചാരിച്ചു. ജടയെല്ലാം കളഞ്ഞ് മുടിയാണെങ്കിൽ ഒരേ ഊരിപ്പോക്ക് തന്നെയാണ്. രാവിലെ തന്നെ മുടിയെല്ലാം ഒന്ന് വാരി മുറുക്കി കെട്ടാണ്ട് അടുക്കളയിൽ കയറിയാലൊരു സമാധാനം ഉണ്ടാവില്ല എനിക്ക്. എൻ്റെ മുടി കെട്ടലെല്ലാം കണ്ടിട്ട് പിന്നെ ഏട്ടത്തി വന്ന് ഓൾ ഓൺലൈനിൽ നിന്ന് ഒരു മുടി വാങ്ങിയിട്ടുണ്ട്. അതെല്ലാം വെച്ചിട്ട് ഓൾ ഷോ കാണിക്കലാന്ന്. ഇങ്ങനെ വെച്ചാൽ അങ്ങനെ ഉണ്ടാവോ, ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവോ എന്നെല്ലാം പറഞ്ഞിട്ട് അത് കണ്ണാടി നോക്കി ഷോ കാണിക്കുന്നു. എന്തായാലും നല്ല മുടിയൊന്നുമില്ല, അപ്പോൾ ഇത് വെച്ചിട്ടെങ്കിലും ഒന്ന് അർമാദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓളിങ്ങനെ നോക്കും. നല്ല അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിലെല്ലാം കയറി നോക്കിക്കോ. നല്ല സംഭവമാണ്. നമുക്ക് മടങ്ങിടാൻ വേണ്ടിയിട്ടെല്ലാം നല്ല ഈസി ആയിട്ട് പറ്റും ഇതുണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ ഷോ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള പരിപാടി തുടങ്ങി. അപ്പം ഞാൻ കറിക്കുള്ള സംഭവങ്ങളെല്ലാം അരിയൽ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ലച്ചുവിനെ ഒന്ന് അടങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പ്ലേറ്റിൽ കുറച്ച് പഴം ഇട്ട് കൊടുത്ത്. കുറച്ച് പഴങ്ങൾ കളയുന്നുണ്ട്, തിന്നുന്നുണ്ട്. എന്നെ പച്ചക്കറി മുറിക്കാൻ സഹായിക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഓൾക്ക് പഴം ഇട്ട് കൊടുത്തത്. പക്ഷേ ഓൾ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നു. അപ്പം ഞാൻ ലച്ചു ഒരു സ്ഥലത്ത് അനങ്ങാണ്ട് നിൽക്കുന്നുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഏട്ടത്തി തുടക്കൽ തുടങ്ങി. അങ്ങനെ എൻ്റെ മുറിക്കലും കഴിഞ്ഞ് ഏച്ചിൻ്റെ തുടക്കലും കഴിയുമ്പോൾ ഞാൻ ചെന്നാൽ പിന്നെ നമുക്കൊരു ചായ കുടിച്ചേക്കാന്ന്. എന്നാൽ ഞാൻ ചായ വെക്കാമെന്ന് വെച്ചിട്ട് ചായ വെക്കൽ തുടങ്ങി. ഞാൻ ചായ വെക്കുന്ന സമയം കൊണ്ട് ഏട്ടത്തി ചോറിനുള്ള അരി അടുപ്പത്തിട്ടു. നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ അടുപ്പില്ല കേട്ടോ, നമ്മൾ പുറത്താണ് പാചകം ചെയ്യുന്നത്. പുറത്തൊരു കൂടേൻ്റെ അകത്താണ് പാചകമെല്ലാം ചെയ്യുന്നത്. അടുപ്പ് അകത്തേക്ക് മാറ്റിയിട്ടില്ല. അത് വീടെടുക്കുമ്പോൾ തന്നെ നമ്മൾ അപ്പുറത്ത് വെച്ചതാണ്. ലച്ചു ആണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. നമ്മൾ അടുക്കളയിൽ കയറിയാലും ഓൾ അടുക്കളയിലേക്ക് എത്തും. എന്നാൽ പിന്നെ ആ ഓണായ ഗ്യാസിൽ തന്നെ ഞാൻ ചെന്നാൽ കറിയും കൂടി വെച്ചേക്കാമെന്നുണ്ട്. ഓളെന്തോ പറയുന്നുണ്ട് എൻ്റെ ഇടയ്ക്ക് എന്നോട്. അപ്പോൾ ഏട്ടത്തിൻ്റെ ചോറ് വേകുമ്പോൾ എൻ്റെ കറിയും കൂടി ആയിട്ടെന്ന് വെച്ചിട്ട് ഞാൻ വറക്കൽ തുടങ്ങി. ഞാൻ വലിയ കുറേ പണിയൊന്നും എടുക്കില്ലെങ്കിൽ ഞാൻ ചെറിയ കാര്യങ്ങളിൽ മാത്രം ഏട്ടത്തിന് സഹായിച്ച് കൊടുക്കൂട്ടാ. എനിക്ക് തേങ്ങ അരച്ചിട്ടുള്ള കറിയെല്ലാം ഞാനിപ്പോൾ വീട്ടിൽ വന്നാൽ വെക്കലില്ല. കാരണം കുറേ ആയി വെക്കാത്തതുകൊണ്ട് ആ ഒരു ടച്ച് വിട്ടുപോയി ഞാൻ. എനിക്കെന്തോ ഒരു കോൺഫിഡൻറ്റ് കിട്ടുന്നില്ല ഇപ്പോൾ തേങ്ങ അരച്ച കറിയെല്ലാം വെക്കാൻ. പിന്നെ അത്യാവശ്യം ആരും ഇല്ലയെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കും എങ്ങനെയല്ലോ. അവരെ ഏട്ടത്തിയോ അമ്മയോ ഉണ്ടെങ്കിൽ ഞാൻ അരച്ചിട്ടുള്ള കറി ഞാൻ വീട്ടിൽ പോയാൽ വെക്കൽ കുറവാണ്. മീൻകറിയെല്ലാം ഏട്ടത്തി തന്നെയാണ് വെക്കൽ. ഇപ്പോൾ ഓക്ക് ആ വീട്ടിൽ സെറ്റായല്ലോ. ഞാനിപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വെക്കുന്നതുകൊണ്ട് എനിക്ക് അവിടുത്തെ കറീനെ കുറിച്ചിട്ടേ ഇപ്പോൾ ഇതുള്ളൂ. ഇവിടുത്തെ കറീനെ ഞാൻ മറന്നുപോയി എന്നല്ല, പക്ഷേ എനിക്കൊരു കോൺഫിഡൻറ്റ് കിട്ടുന്നില്ല. ഞാൻ വറവാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ചായ കുടിക്കാമെന്ന് വെച്ചാൽ എന്നാൽ ആ സമയം കൊണ്ട് അത് വേവുമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ചായ കുടിക്കാൻ പോയി. ഞാൻ ചായയെല്ലാം പറഞ്ഞ് വെച്ചിട്ട് അപ്പാടനെ ആ പാത്രം കൂടി കഴുകി വെക്കുന്നുണ്ട്. ഞാൻ അടുക്കളയിലുണ്ടെങ്കിൽ എനിക്ക് എല്ലാ പാത്രം ഒപ്പരങ്ങ് കൂട്ടി വെക്കുന്ന സ്വഭാവമില്ല. ഞാൻ അപ്പാടപ്പാട് പഠിച്ച് വെക്കും പാത്രങ്ങളെല്ലാം. അപ്പോൾ നമ്മൾ കറിയെല്ലാം സെറ്റാകുമ്പോൾ നമ്മളെ പാത്രം കൂടി കഴുകി വെച്ചാൽ നമുക്കെല്ലാം ഒപ്പരം കഴിയുമല്ലോ. ചില ആൾക്കാർ കാണാൻ കറിയെല്ലാം വെക്കുമ്പോൾ പാത്രങ്ങളെല്ലാം ഇങ്ങനെ കൂട്ടി വെക്കും, എന്നിട്ട് അവസാനം എല്ലാം എടുത്ത് ഇതാക്കും എന്നുള്ളത്. ഞാൻ വീട്ടിലാണെങ്കിൽ പാത്രം കഴുകുന്ന സമയത്ത് തന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ പാത്രം കൂടി കഴുകി വെക്കും. അതിൻ്റെ ഇടയ്ക്ക് പിള്ളേർ കുഴപ്പാക്കുന്നുണ്ട്. എന്നിട്ട് ഏട്ടത്തി അവരെയും കൂട്ടി കളിക്കാൻ തുടങ്ങി. ഇവർ രണ്ടാളും ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അടുക്കളയിലത്തെ പരിപാടി നടക്കില്ല. ഒരാൾ കുട്ടീനെ നോക്കണം, ഒരാൾ നമ്മൾ എന്തെങ്കിലും പണിയെടുക്കണം. അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യൽ. അവരെയും കൂട്ടി അടുക്കളയിൽ കയറിയാൽ പിന്നെയുള്ള അവസ്ഥ ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. കുഞ്ഞുമക്കളുള്ള എല്ലാവർക്കും അറിയാം അടുക്കളയിൽ അവരെ കൂട്ടി വന്നാലുള്ള പ്രശ്നങ്ങളെല്ലാം എന്തെല്ലാമെന്നുള്ളത്. 5 മിനിറ്റിൻ്റെ പണിയേ നമുക്ക് അടുക്കളയിൽ ഉണ്ടാവുക, പക്ഷെ അവരെയും കൂട്ടി വന്നാൽ അത് 1 മണിക്കൂറാക്കിയിട്ട് അവരെന്തായാലും ചെയ്യും. അങ്ങനെ കറിയെല്ലാം വാങ്ങി വെച്ച് നമ്മൾ ചായ കുടിക്കാമെന്ന് വെച്ചിട്ട് ചായ എടുത്ത് ഏട്ടത്തി കൊടുത്ത്. ഞാൻ ഏട്ടത്തിയോട് പറയലാന്ന്, എന്തൊരു സുഖമാണ് ഇരുന്നിടത്തേക്ക് ചായയെല്ലാം കൊണ്ടുത്തരുന്നെന്ന് പറയലാന്ന്. അങ്ങനെ നമ്മൾ കുറേ സമയം ഇരുന്ന് വർത്താനെല്ലാം പറഞ്ഞുകൊണ്ട് ചായ കുടിക്കൽ തുടങ്ങി. കാരണം നമ്മളെ പണിയെല്ലാം അത്യാവശ്യമുള്ള പണികളെല്ലാം കഴിഞ്ഞല്ലോ. അന്നേരം പിന്നെ കുറച്ച് സമയം ഇരുന്ന് ചായയെല്ലാം കുടിക്കാമെന്ന് വിചാരിച്ച്. ലച്ചു നമ്മളെ അടുത്തുണ്ടെങ്കിലും ഇച്ചു ആണെങ്കിൽ എൻ്റെ ക്യാമറേൻ്റെ ബാക്കിൽ നിന്നിട്ട് നമ്മളെ നോക്കിയിട്ട് എന്തെല്ലോ പറയില്ല. നോക്ക് സംഭവം ഫോണിൽ നമ്മളെ കാണുന്നുണ്ട്.
അത് നോക്കിയിട്ടാണ് ഓളെന്തല്ലോ പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ലച്ചുവിനെ വിളിക്കുന്നുണ്ട്, വാ നമുക്കിതിൽ നോക്കാമെന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷെ ലച്ചു ഒരു നുറുക്ക് കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് ഓളാടെ തന്നെ ഇരുന്നിന്. പണിയെടുത്ത് തീർന്നിട്ട് നമുക്കിരുന്ന് തിന്നാൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചാൽ നമുക്ക് സമയം കിട്ടുമല്ലോ. കാരണം ഇവരെന്തെങ്കിലും ആയിട്ട് ഒപ്പിക്കും. അങ്ങനെ നമ്മൾ കുറേ സമയം ഓരോ കഥകളെല്ലാം പറഞ്ഞു അങ്ങനെ ആക്കിയിട്ട് നമ്മൾ ചായ കുടിക്കൽ തുടങ്ങി. അച്ഛനുണ്ട് അപ്പുറത്തിരുന്ന് ചായ കുടിക്കുന്നു. ലച്ചുവിനെ നിർബന്ധിച്ച് വിളിപ്പിച്ച് അതിൻ്റെ ബാക്കിൽ നിന്ന് ടാറ്റയെല്ലാം പറയുന്നുണ്ട്, ഫോണിൻ്റെ ബാക്കിൽ നിന്ന്. അവർ വിചാരിക്കും അതിൻ്റെ അകത്ത് ടാറ്റ പറഞ്ഞാൽ നമ്മളെ കാണും എന്നുള്ളത്. അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞ് വറവിന് തേങ്ങ ഇടാന്ന് വെച്ചിട്ട് അടുത്ത് തേങ്ങയെല്ലാം ചേരണ്ടി ഞാൻ തുടങ്ങി വെച്ചത് ഓൾ ഫിനിഷ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഇവരാണെങ്കിൽ ഒരേ ഓടിക്കളിയെല്ലാമാണ്. നമ്മുടെ കണ്ണ് തെറ്റിയാൽ തന്നെ രണ്ടാളും കൂടി അടിയാവും. നമ്മളെ കണ്ണ് തെറ്റിയിട്ടുണ്ടെങ്കിലോ അവർ ഉശ്ശരൻ അടിയായിരിക്കും, എന്നാലോ അതേപോലെ സ്നേഹവും ആയിരിക്കും അവർ രണ്ടാളും തമ്മിൽ. അങ്ങനെ പണിയെല്ലാം ഒരുക്കി നമ്മൾ ഉച്ചയ്ക്ക് ചോറ് തിന്നൽ തുടങ്ങി. ലച്ചുവിന് ചോറ് കൊടുക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇച്ചാപ്പൂന് ചോറ് കൊടുക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ മക്കൾക്ക് ചോറെല്ലാം കൊടുക്കുമ്പോൾ അടുത്ത വീട്ടിലെ പെണ്ണ് വന്ന് നമ്മൾ പിന്നെ ഇരുന്ന് തള്ളൽ തുടങ്ങി. ഏതെല്ലോ തരത്തിലുള്ള കഥകളെല്ലാം നമ്മൾ പറയൽ തുടങ്ങി. നമ്മൾ അടുത്തുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സമയം പോയിരുന്ന് വർത്താനെല്ലാം പറയും കേട്ടോ. വൈകുന്നേരം നമ്മളെല്ലാവരും ഒരു വീട്ടിലിരുന്നിട്ട് എന്തെല്ലോ വർത്താനെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ പിള്ളേരൊപ്പം കളിച്ച് അങ്ങനെ നേരം കൂട്ടും. എല്ലാ നാട്ടിലും അങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നമ്മൾ ഷൈൻ്റെ വീട്ടിൽ അങ്ങനെയില്ല കേട്ടോ. പക്ഷേ നമ്മളെ ഇവിടെ അങ്ങനെയാണ്. നമ്മൾ ഒരു ദിവസത്തിൽ എന്തായാലും ഇപ്പുറത്തുള്ളവരെ കാണാണ്ട് നമ്മൾ നിൽക്കുകയില്ല. നമ്മളൊരു 4 വീട്ടുകാർ എന്തായാലും എന്ത് കാര്യത്തിനായാലും നമ്മളെപ്പോഴും ഒരുമിച്ചായിരിക്കും. എന്തൊരു ഫങ്ഷൻ വരുന്നുണ്ടെങ്കിലോ എന്ത് വരുന്നുണ്ടെങ്കിലും നമ്മളെല്ലാവരും ഒന്നിച്ചിട്ടുണ്ടാവും. ഒരു മീൻ വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പുറത്തും വിളിച്ചു പറയുക, ഇങ്ങനത്തെ മീൻ വന്നിട്ടുണ്ടേ, നിങ്ങൾ വാങ്ങുന്നുണ്ടോ? അങ്ങനെയല്ലാന്ന് നമ്മളെ ഒത്തൊരുമ എന്നും ഇതേപോലെ തന്നെ ഒത്തൊരുമയോട് കൂടി പോട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊന്നാടെ വർത്താനം പറഞ്ഞുകൊണ്ട് കിടന്നതാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് എൻ്റെ അവസ്ഥ എന്താണെന്ന്. എൻ്റെ എല്ലും മുള്ളും ബാക്കി ഉണ്ടെങ്കിൽ ഭാഗ്യം തന്നെ പറയുക. അങ്ങനെ തന്നെയാണ് എൻ്റെ മക്കൾ എന്നെ ചെയ്യുന്നത്. ഒരു ഉച്ചവരെ ആകുമ്പോൾ തന്നെ നമ്മൾ ഒരു പരിവാവും. എന്നാലും നമുക്കൊന്നും ചെയ്യാനാവില്ലല്ലോ എന്ന് വെച്ചിട്ട് ഇവരെ ഇങ്ങനെ സൈക്കിൾ തന്നെ. ഉറങ്ങുന്നുണ്ടെങ്കിൽ രണ്ടാളും ഒപ്പരം ഉറങ്ങും, എണീക്കുന്നുണ്ടെങ്കിൽ രണ്ടാളും ഒപ്പരം എണീക്കും. അതാണ് ഇവരെ പരിപാടി. ഒരാളെ ഉറക്കാൻ പോയാൽ മറ്റാൾ പറയും എനക്കും ഉറങ്ങണം, ഞാനും പോയി ഉറങ്ങലാന്ന്. അങ്ങനെ രണ്ടാളും ഒപ്പരം ഉറങ്ങും. എന്നിട്ട് ഒരാൾ എണീച്ച് കഴിഞ്ഞാൽ ഒരാൾ ഒച്ചപ്പാടാക്കും. അങ്ങനെ വീണ്ടും ഒരാൾ എണീക്കും. അങ്ങനത്തെ എല്ലാം പരിപാടിയാണ്. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മളെ അവസ്ഥയല്ലേ. ഇവരെ ഉറക്കിയിട്ട് വേണം നമുക്ക് ചോറ് തിന്നാൻ. ഇവരെ ഉറങ്ങാണ്ട് നിന്നിട്ട് നമുക്ക് ചോറ് തിന്നാന്ന് വിചാരിച്ചാൽ നടക്കൂല എന്തായാലും. അപ്പോൾ ഉച്ചവരെയുള്ള പരിപാടിയാണ് നിങ്ങൾ കണ്ടത്. ഇനി ചോറ് തിന്നിട്ടുള്ള പരിപാടിയും കൂടി കാണാനുള്ള ശേഷി നിങ്ങൾക്കും ഉണ്ടാവില്ല, കാണിക്കാനുള്ള ശേഷി എനിക്കും ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി കാണാൻ. ടാറ്റാ ബൈ, സീ യു.